Hi guys, welcome back to my another video. I am MJ. This is a special video. നമ്മുടെ ബർഗ്മാനും കൈനറ്റിക് ബ്ലസ്സിനൊക്കെ ശേഷം നമ്മുടെ അപ്രീല അവതരിപ്പിക്കുന്ന പുതിയ SXR 160യുടെ ഒരു റൈഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക് വീഡിയോയിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ വീഡിയോ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്രീല പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന SXR 160. അപ്രീലയുടെ തന്നെ മറ്റൊരു മോഡലായ SRV 850 എന്ന മാക്സി സ്കൂട്ടറിൻ്റെ ഒരു ലേറ്റർ വെർഷനായിട്ടാണ് അവർ ഈ മോഡലിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലോങ് ട്രാവലിന് വേണ്ടിയിട്ടാണ് മാക്സി സ്കൂട്ടേഴ്സ് കൂടുതലും യൂസ് ചെയ്യാറ്. നമ്മൾ ഇന്ത്യയിൽ അധികം പരിചയമില്ലാത്തൊരു മോഡലാണ് ഈ മാക്സി സ്കൂട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ളതാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ നമ്മൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു വിൻഷീൽഡ് അവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് എത്രമാത്രം പർപ്പസ്ഫുള്ളാണെന്ന് നമുക്ക് ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് പറയാം. അതുപോലെ ഈ വണ്ടിയുടെ ഒരു ഹെഡ്ലൈറ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവരുടെ തന്നെ മറ്റൊരു മോഡലായ RS 660 എന്ന മോഡലിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈറ്റും DRL ലൈറ്റ്സുമാണ് ഇവർ ഈ സ്കൂട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ രണ്ട് വശങ്ങളിൽ ഡിമ്മും നടുക്ക് ബ്രൈറ്റ് എന്നുള്ള രീതിയിലാണ് ഇവരിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു DRLനോട് ചേർന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി LED ആയിട്ടുള്ള ഒരു റിയർ ലൈറ്റും അപ്രീല ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിൽ ബാറിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡാഷ്ബോർഡ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്രീല ഈ ഒരു സ്കൂട്ടറിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ വണ്ടിയുടെ ഹാൻഡിൽ സെറ്റപ്പ് എടുക്കുന്ന അത്യാവശ്യം പ്രീമിയം എന്ന വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ് ഈ വണ്ടിക്ക് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്രീലിൻ്റെ തന്നെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നടക്കുക കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് ഡിം ബ്രൈറ്റ് പാസ് സ്വിച്ചും ഇൻഡിക്കേറ്റർ സ്വിച്ചും ഹോൺ ബട്ടണും കാണാം. റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു മോഡ് ബട്ടണും ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടണും കാണാം. എഞ്ചിൻ കിൽ സ്വിച്ച് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ടില്ല. ഈ മോഡ് ബട്ടൺ കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് റൈഡ് മോഡിനുള്ള ബട്ടനാണോ. പക്ഷേ ഇത് ഈ ഒരു വണ്ടിയുടെ ട്രിപ്പ് മീറ്റർ കൺട്രോൾ ചെയ്യുന്ന മോഡ് ബട്ടനാണ്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ട്രിപ്പ് മോഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ, ബാറ്ററി വോൾട്ട്, അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ മുകളിൽ ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട്, അതുപോലെ തന്നെ ABS ഓൺ ഓഫിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു RPM മീറ്ററും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൻ്റെ ടെമ്പറേച്ചറും ലെഫ്റ്റ് സൈഡിൻ്റെ ഫ്യൂവൽ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിയുടെ ലെഗ് റൂമിലേക്ക് വരാൻ നേരത്ത് ഇവിടെ ഒരു ഹുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ബാഗും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു ഹുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഇഗ്നീഷൻ കീ സ്വിച്ച് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെ ഒരു ഗ്ലൗ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ ഈ ഗ്ലൗ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു USB ചാർജിങ് പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോങ് ട്രാവലൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മുടെ മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് USB പോർട്ട് അവരോട് കൊടുത്തിട്ടുണ്ട്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറാണ് അത്. അതുപോലെ ഗ്ലൗ ബോക്സിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ മൊബൈൽ വെക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സൈസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഗ്ലൗസോ വാലറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഗ്ലൗ ബോക്സിന് അവർ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള കീ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സീറ്റിൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് അപ്രീല SXR 160യിൽ അവരൊരു 20 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തൊരു ബൂട്ട് ലാമ്പും കാര്യങ്ങളൊക്കെ അവരകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 20 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാക്സി സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്കൊരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെച്ചിട്ട് ആ ഒരു സീറ്റ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് മാത്രം അതിൽ വെച്ചിട്ട് സ്റ്റോറേജ് കീപ്പ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതൊരു മാക്സി സ്കൂട്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റോറേജ് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ഇൻടേക്കും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ അടിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഒരു 7 ലിറ്റർ ഫ്യൂവൽ ടാങ്കാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സീറ്റാണ് അപ്രീല SXR 160 അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വൈഡായിട്ടുള്ളൊരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടിയുടെ ഒരു ബ്രേക്കിംഗ് എടുക്കുകയാണെങ്കിൽ 220 mm ABS കൂടി ഒരു ബൈബ്രി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇവർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ സ്റ്റീൽ ബ്രീഡിംഗ് പൈപ്പും കാര്യങ്ങളൊക്കെ അവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഫീഡ്ബാക്കാണ് ഈ ഒരു വണ്ടിയിൽ തോന്നിയത്.
അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് തന്നെ ഈ വണ്ടി കൊടുക്കുന്നുണ്ട്. 30 mm ഇൻ്റർ ട്യൂബോടുകൂടി ഒരു ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്രീല SXR 160 അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അലോയ്സിനും കാര്യങ്ങൾ അപ്രീല എന്നുള്ള ബാഡ്ജിങ്ങും അത്യാവശ്യം മെറ്റൽ ഗ്രേ ഫിനിഷിങ്ങിലുള്ള അലോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടി കാണാം. കുറച്ച് വീതിയുള്ള ടയറുകളാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് ഒരു 120/70/12 എന്നുള്ള റേഞ്ചാണ് ബാക്കിലും ഫ്രണ്ടിലും ടയർ വരെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോഷോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 160cc കൂടി ഒരു BS6 എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് കരുത്ത് വരുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 10.84 bhp ആണ്. അതുപോലെ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്രീല SXR 160 അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു മാക്സി സ്കൂട്ടറിന് വേണ്ടത്ര ലെഗ് റൂം സ്പേസും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത ഒരു ലെഗ് റൂം സ്പേസും കാര്യങ്ങളൊക്കെ അവർ SXR 160 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കേസാണ് ഈ ഒരു ഫുട് റെസ്റ്റിൻ്റെ കേസ്. കണ്ടില്ല, ഡിസൈൻ ഭയങ്കര യൂണീക്കായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ബോഡിനോട് മാക്സിമം ചേർന്നിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പാർട്ടില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫുട് പെക്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഓടിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊരു മഴ പൊടിയുന്നുണ്ട്. ഓക്കെ, എനിക്ക് സോണായിട്ടില്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്ന രീതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെയാണ് അപ്രീല ഈ ഒരു വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ജെർക്കി ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു റോഡ് ഫീൽ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ശരീരത്തിലും എൻ്റെ കയ്യിലും ആ ഒരു വൈബ്രേഷൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഷോക്ക് അബ്സോർബർ ഹാർഡ് ആയതുകൊണ്ടാണോ അതോ ഇത്ര വലിയൊരു ടയർ സൈസ് ഈ വണ്ടിക്ക് കൊടുത്തത് കൊണ്ടാണോ എന്നറിയില്ല. ആ ഒരു വൈബ്രേഷൻസും കാര്യങ്ങളെല്ലാം എൻ്റെ ശരീരത്തിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈവേയിലേക്ക് കയറ്റിയതിന് ശേഷം ആ ഒരു ഫീൽ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൈവേയിൽ ഓടിക്കാൻ നേരത്ത് ആ ഒരു റോഡ് വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല എങ്കിലും കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ് അപ്രീല 160 അവർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഫ്രണ്ട് വശത്ത് കൊടുത്തേക്കുന്ന ആ ഒരു വിൻഡ്ഷീൽഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിൻഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓൾമോസ്റ്റ് പർപ്പസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ജസ്റ്റ് പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണ് അപ്രീലയുടെ SXR 160 എന്ന് പറയുന്നത്. ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ നേരത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓടിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടി ഞാൻ ഹൈ സ്പീഡിലേക്ക് റബ് ചെയ്യാൻ നേരത്തെ ഒരു 90 ഒക്കെ ടച്ച് ചെയ്തപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബൈറ്റുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് അപ്രീല ഈ വണ്ടി കൊടുത്തേക്കുന്നത്. 220 mm ABS കൂടി ഒരു ഫ്രണ്ട് ബ്രേക്കും ബാക്കിലൊരു ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് അപ്രീല SXR 160 കൊടുത്തേക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഒരു മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 58 കിലോമീറ്ററാണ് ഈ വണ്ടിക്ക് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്ന മൈലേജ്. പിന്നെ കൊച്ചിനിൽ ഇതിന് വരുന്ന ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ 1,58,000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് കൊച്ചിനിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു വണ്ടി എനിക്ക് ഇന്ന് റിവ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ തന്നത് ആലുവയിലുള്ള ആൽവേ മോട്ടോഴ്സാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് കൂടുതൽ എൻക്വയറി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവരെ വിളിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് MJ.